അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ദത്തെടുക്കുക എന്ന പ്രശ്നമാണ് മുസ്തഫയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നത്. പുരോഹിതന്മാർ അവരുടെ മതത്തിൽ ദത്തെടുക്കൽ ഹറാമാക്കിയിരിക്കുന്നു. എന്നാൽ ഇസ്ലാം ദത്തെടുക്കാനുള്ളത് നിഷിദ്ധമാക്കിയിട്ടില്ല എന്നാണ് മൂപ്പരുടെ പുതിയ കണ്ടുപിടുത്തം. അത് തുടങ്ങിയപ്പോൾ എലി മലയെ പ്രസവിക്കുമെന്നാണ് എനിക്ക് സംശയം ഉണ്ടായിരുന്നത്. പക്ഷെ കേട്ടു നോക്കുമ്പോൾ മല എലിയെ പ്രസവിച്ച പ്രതീതിയാണ് ഉണ്ടായത്. പുതിയ എന്തെങ്കിലും വിഷയം എടുത്തിടുക, എന്നിട്ട് പുരോഹിതന്മാരെ കുറേ തെറി പറയാം, പിന്നെ മൂപ്പർക്ക് തോന്നിയത് ഇസ്ലാമിനെ നിയമമാക്കി ആവിഷ്കരിക്കുക. ഇതാണ് മൂപ്പരുടെ പണി. തബന്നി എന്നാണ് അറബിയിൽ ദത്തെടുക്കണതിന് പറയാം, അഡോപ്ഷൻ. തബന്നി എന്ന് പറഞ്ഞാൽ എന്താണ്? തബന്ന, തൻ്റെ മകനോ മകളോ അല്ലാത്ത ഒരു കുട്ടിയെ തൻ്റെ മകനോ മകളോ ആയി സ്വീകരിക്കുന്നതിനാണ് തബന്നി, ദത്തെടുക്കുക എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ലോകത്ത് എവിടെയും സെക്യുലർ വ്യവസ്ഥിതിയിലായാലും മറ്റ് വ്യവസ്ഥിതിയിലായാലും ഇസ്ലാമല്ലാത്ത മറ്റ് ഏത് വ്യവസ്ഥിതിയിലായാലും ദത്തെടുക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ ഒരു സംഗതിയാണ്. ഇത് ഇസ്ലാം നിരോധിച്ചിട്ടുള്ള സംഗതിയാണ്. അത് ഭംഗ്യന്തരാണ് മുസ്തഫി സമ്മതിക്കുന്നുണ്ട്. സൂറത്ത് അഹ്സാബിലെ വമാ ജഅല അദ്ഇയാക്കും അബ്നാഅക്കും, നിങ്ങളുടെ അദ്ഇയാ, ദഇജ് എന്നതിൻ്റെ ബഹുവചനാണ്, ജമ്മാണ് അദ്ഇയാ. ദഇജ് പറഞ്ഞാൽ വാദിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ വിളിക്കപ്പെടുന്നവൻ. മകൻ എന്ന് വാദിക്കപ്പെടുകയോ വിളിക്കപ്പെടുകയോ ചെയ്യാം. അതായത് എൻ്റെ മകനാണ്, എൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് സ്വന്തം മകനല്ലാത്ത മകളല്ലാത്ത ഒരാളെ സ്വന്തം മകനായിട്ട് വിളിക്കുന്നതിനാണ് തബന്നി. അതാണ് ദഈജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ അദ്ഇയാ, നിങ്ങളുടെ വമാ ജഅല അദ്ഇയാക്കും അബ്നാഅക്കും, നിങ്ങളുടെ അദ്ഇയാഇനെ നിങ്ങളുടെ മക്കളാക്കിയിട്ടില്ല എന്നാണ്. മിക്കവാറും ഇതിൽ ആൺകുട്ടികളെയാണ് ദത്തെടുക്കുക. അതുകൊണ്ടായിരിക്കണം ഖുർആൻ വമാ ജഅല അദ്ഇയാക്കും അബ്നാഅക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. പെൺകുട്ടികളെ ആ കാലഘട്ടത്തിൽ അറേബ്യയിൽ ഇസ്ലാം വരുന്ന കാലത്തിൽ പെൺകുട്ടികളെ ദത്തെടുക്കേണ്ടതില്ല. അവരെ യഥേഷ്ടം കൈകാര്യം ചെയ്യലായിരുന്നു അവരുടെ കയ്യൂക്കുള്ള ആളുകൾ ചെയ്തിരുന്നത്. കുടുംബത്തിൽ ഒരാൾ മരിച്ചു പോയാൽ അയാളുടെ പെൺകുട്ടികളെ കൈവശപ്പെടുത്തുകയും അവരെ തങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തങ്ങളുടെ ഭാര്യമാരായിട്ട് കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ അവർക്ക് സമ്പത്തുണ്ടെങ്കിൽ അത് കൈയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുക. അതുകൊണ്ട് ആൺകുട്ടികളെയാണ് മിക്കവാറും ഈ ദത്തെടുക്കുക എന്നുള്ള സംഗതിയിൽ വരിക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വമാ ജഅല അദ്ഇയാക്കും അബ്നാഅക്കും എന്ന് പറഞ്ഞത്. ദാലിക്കും ഖൗലുക്കും ബിഅഫ്വാഹിക്കും, അവരെ നിങ്ങൾ നിങ്ങളുടെ മക്കൾ എന്ന് വിളിക്കുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ വായകൾ കൊണ്ട് പറയുന്ന ഒരു സംഗതി മാത്രമാണ്. വല്ലാഹു യഖൂലുൽ ഹഖ്, അള്ളാഹു സത്യം പറയുന്നു. വഹുവ യഹ്ദിസ് സബീൽ, അവൻ ശരിയായ വഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഉദ്ഉഹും ലി ആബായിഹിം, നിങ്ങൾ അവരുടെ പിതാക്കന്മാരുടെ പേരോട് ചേർത്താണ് അവരെ വിളിക്കേണ്ടത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനായി പരിഗണിക്കപ്പെടുന്ന ആളാണ് സയ്യിദ് ബിൻ ഹാരിസ്. സയ്യിദ് ബിൻ മുഹമ്മദ് എന്നാണ് പറഞ്ഞിരുന്നത്.
ഈ ഒരു പ്രയോഗത്തെയാണ് ഖുർആൻ എതിർത്തിട്ടുള്ളത്. ഇതിനാണ് ദത്തെടുക്കാറുള്ളത്. മുസ്തഫ പറഞ്ഞത് ദത്തെടുക്കൽ ഇസ്ലാം നിരോധിച്ചിട്ടില്ല. ആ ദത്തെടുക്കണ ഇസ്ലാം നിരോധിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് ഒമാജാലാദിയാക്കും അബിനാക്കും എന്ന് പറയുന്നതിനാണ്. എന്നിട്ട് പറഞ്ഞു വന്ന് നോക്കുമ്പോഴോ ഇവർ പറയുന്നത് അവരുടെ വാപ്പാരോട് ചേർത്ത് പറയണം. അതുപോലെ തന്നെ അവർക്ക് സ്വത്ത് അനന്തരാവകാശം ഉണ്ടാവില്ല, വസിയ്യത്ത് ചെയ്യാം. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകളുടെ പേരും മറ്റുമൊന്നും മാറ്റാൻ പാടില്ല. അതായത് വാപ്പൻ്റെ പേരിനോട് ചേർത്ത് പറയും, സ്വന്തം പിതാവിൻ്റെ പേരിനോട് ചേർത്തിട്ട് വേണം അവർ വിളിക്കാൻ. ദത്തെടുത്ത ആളുടെ പേരോട് ചേർത്ത് പറയാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഇത് ആണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളതും മുസ്ലിം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ്. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ്? ഇങ്ങനെ ദത്തെടുത്താൽ അനാഥരെ സംരക്ഷിക്കുക, കഫാലത്ത് അനാഥരെ സംരക്ഷിക്കാനുള്ള ഇസ്ലാം അംഗീകരിച്ചിട്ട് എന്നിവർ പറയുന്ന. എന്നിട്ട് അതിന് സൗദി അറേബ്യയിൽ, ഈജിപ്തിൽ, ജോർഡാനിലുമൊക്കെയുള്ള നിയമങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇന്ത്യയിലെ മുസ്ലിം നിയമത്തിൽ അതില്ല. എന്നാൽ ഇന്ത്യ സെക്യുലർ നിയമത്തിൽ അതുണ്ട് എന്നൊക്കെയാണ് മൂപ്പർ പറയുന്നത്. അതൊക്കെ സംഗതി ശരിയാണ്. പക്ഷെ ജോർഡാനിലും ഈജിപ്തിൽ അതുപോലെ സൗദി അറേബ്യയിലൊക്കെ മുസ്തഫ പറയുന്നത് പോലുള്ള തബന്നി എന്നതാണോ നടപ്പിലുള്ളത്, അതോ കഫാലത്തുൽ ഐത്താം അല്ലെങ്കിൽ കഫാലത്തുൽ മജ്ഹൂൽ നസബുഹു, അനാഥരുടെ സംരക്ഷണം അല്ലെങ്കിൽ പേര് കുടുംബം അറിയപ്പെടാത്ത, മജ്ഹൂലായിട്ടുള്ള കുടുംബം അറിയപ്പെടാത്ത, ആരാണ് വാപ്പാന്നറിയില്ല, ഏത് കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണെന്ന് അറിയില്ല, അങ്ങനെയുള്ള കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കുക. ഇതാണോ സൗദിയിലും ഈജിപ്തിലും അതുപോലെ ജോർഡാനിലും ഒക്കെ ഉള്ള നിയമം? അത് പരിശോധിക്കേണ്ടതാണ്. അപ്പം സൗദി ഗസറ്റഡിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് വാദം. യഥാർത്ഥത്തിൽ ഇസ്ലാം നിരോധിച്ചത് എന്താണ്? ആ നിരോധം തന്നെയാണ് ഇന്ന് മുസ്ലിം ലോകത്ത്, ഇന്ത്യയിലെ മുസ്ലിം നിയമത്തിൽ പോലും ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ രീതിയിലുള്ള ദത്തെടുക്കൽ, അതായത് ദത്തെടുക്കുക എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണോ ഉദ്ദേശിച്ചത് ആ ദത്ത് ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല, നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ദത്ത് എന്ന് പറയുന്നത് മറ്റൊരാളുടെ കുട്ടിയെ സ്വന്തം കുട്ടിയായി പരിഗണിക്കുകയും സ്വന്തത്തോട് ചേർത്ത് ആ കുട്ടിയെ വിളിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് അറേബ്യയിൽ അന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് സെയ്ദിനെ വിളിച്ചു പോന്നിരുന്നത്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഈ സംഗതി നിരോധിച്ചുകൊണ്ട് നബിയെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? മകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, മുഹമ്മദ് നിങ്ങളിൽ ഒരു പുരുഷൻ്റെയും പിതാവായിരുന്നിട്ടില്ല എന്ന്. റജുൽ എന്ന് അറബിയിൽ പറയുന്നത് പ്രായപൂർത്തി എത്തിയ പുരുഷനാണ്. അതുകൊണ്ടാണ് അവിടെ റിജാൽ, മകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആൺകുട്ടികളുണ്ടായിരുന്നു. നബിയെ അബുൽ ഖാസിം എന്നാണ് വിളിച്ചിരുന്നത്. നബിയുടെ മൂത്ത കുട്ടിയുടെ പേര് ഖാസിമായിരുന്നു. ആ ആൺകുട്ടികളൊക്കെ ആ കുട്ടികളുടെ ചെറുപ്പത്തിൽ തന്നെ പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് കുട്ടിക്കാലത്ത് തന്നെ മരിച്ചു പോയതാണ്. ഏറ്റവും ഒടുവിൽ മാരിജയിൽ ജനിച്ച ഇബ്രാഹിം പോലും മുലകുടി പ്രായത്തിലാണ് മരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺകുട്ടികളാണ് പ്രായപൂർത്തിയെത്തി അവർ വിവാഹിതരായി കുട്ടികളൊക്കെ ഉണ്ടാകുന്നത് വരെ ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞു മകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും. ഇതിലൂടെ ഇസ്ലാം പറയുന്ന, ഖുർആൻ പറയുന്നത് എന്താണ്? സെയ്ദ് മുഹമ്മദിൻ്റെ മകനല്ല. മുഹമ്മദിൻ്റെ മകനല്ല എന്നത് അവിടെ വ്യക്തമായി പറയുന്നതോടൊപ്പം തുടർന്ന് ഈ സൂറത്തിൻ്റെ ആദ്യത്തിൽ തന്നെ പറഞ്ഞത് മൊമാ ജാല അദിയാക്കും അബിനാക്കും എന്നാണ്. ഇങ്ങനെ നിങ്ങളോട് ചേർത്ത് ആരെയാണോ നിങ്ങളുടെ മക്കൾ എന്ന് പേരിട്ട് വിളിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മക്കളല്ല.
അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ എന്ന് അവരെ വിളിക്കാൻ പാടില്ല. അവരുടെ പിതാക്കന്മാരോട് ചേർത്താണ് നിങ്ങൾ അവരെ വിളിക്കേണ്ടത്. ഇനി അവരുടെ പിതാക്കളെ നിങ്ങൾക്കറിയില്ലെങ്കിലോ വഇല്ലം തഅലമു ആബാഅഹും വഇഖ്വാനുക്കും ഫിദ്ദീനി വമവാലിക്കും, അവരുടെ പിതാക്കളെ നിങ്ങൾക്കറിയില്ലെങ്കിൽ അവർ ദീനിൽ നിങ്ങളുടെ സഹോദരന്മാരും നിങ്ങളുടെ മവാലി നിങ്ങളുടെ സംരക്ഷണയിലുള്ള ആളുകളുമാണ് അവർ എന്നേ അവരെ പറ്റി കരുതേണ്ടതുള്ളൂ. അപ്പോൾ ഇതിലൂടെ ഇസ്ലാം പിന്നെ വ്യക്തമാക്കണ എന്താണ്? ഒന്ന്, ഈ കുട്ടിയുടെ ദത്തെടുത്ത് വളർത്തുന്ന ഈ കുട്ടിയുടെ പിതാവിനോട് ചേർത്ത് വേണം അവരെ വിളിക്കാൻ. അതിന് ദത്ത് എന്നല്ല പറയാം. അഡോപ്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നെ ഇസ്ലാം പറയുന്ന ഈ സംഗതിക്കല്ല. ഇന്ത്യൻ നിയമത്തിൽ പോലും അഡോപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ സെക്യുലർ നിയമത്തിൽ അതൊരു കുട്ടിയെ ദത്തെടുക്കണേനാണ്. അപ്പോൾ ആ കുട്ടിയെ ദത്തെടുക്കുമ്പം ആ കുട്ടി സ്വാഭാവികമായിട്ടും ആരാണോ ദത്തെടുത്തിട്ടുള്ളത് ആ പിതാവിൻ്റെ ആ മാതാവിൻ്റെ വീട്ടിൽ ആ വീട്ടിലുള്ള മറ്റ് ആളുകളെപ്പോലെ തന്നെ അവരെ പരിഗണിക്കുക. ഈ ആളുടെ സ്വന്തം മക്കളെപ്പോലെ തന്നെ അവരെ പരിഗണിക്കുക. ഇയാളുടെ സ്വത്ത് ഇയാളുടെ മക്കൾ അനന്തരം എടുക്കുന്നത് പോലെ ഈ ദത്തെടുക്കപ്പെട്ട കുട്ടി അവൻ അനന്തരമെടുക്കുക. ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് അവിടെ ദത്ത് എന്ന് പറയുന്ന സംഗതി വരുന്നുള്ളൂ. അതല്ലാത്ത രീതിയിൽ കുട്ടികളെ സംരക്ഷിക്കുക, അതിനാണ് കഫാലത്ത് എന്ന് പറയുന്നത്. ഈ കഫാലത്ത് ഇസ്ലാം എല്ലാ കാലത്തും അംഗീകരിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. അനാഥരെ വിശേഷിച്ചും സംരക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മാതൃക കാണിച്ചിട്ടുമുണ്ട്. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹാക്ക് ദത്തുപുത്രന്മാരുണ്ടായിരുന്നു, അലി ബിൻ അബി താലിബിന് ദത്തുപുത്രന്മാരുണ്ടാവും, സഹാബിമാർക്ക് ദത്തുപുത്രന്മാരെന്നുള്ളതൊക്കെ തനി അസംബന്ധവും കളവും പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കാനുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിൽ മുസ്തഫ ചെയ്യുന്നത്. അതിലേറ്റവും വലിയ പിന്നെ അബദ്ധം പറഞ്ഞിട്ടുള്ള എന്താണ്? മുഹമ്മദ് ബിൻ അബീ ബക്കറിനെ അലി ബിൻ അബി താലിബ് ദത്തെടുത്തു എന്നാണ്. ഒന്ന്, ദത്തെടുത്തു എന്നുള്ള പ്രയോഗം തന്നെ അവിടെ പിന്നെ അപ്രസക്തമാണ്. രണ്ടാമത്തേത്, മുഹമ്മദ് ബിൻ അബീ ബക്കറിനെയും മുഹമ്മദ് ബിൻ അബൂ ഹുദൈഫയെയും സംരക്ഷിച്ചിരുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്. ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സംരക്ഷിച്ച ഈ രണ്ട് മുഹമ്മദുമാരുമാണ് അവസാനത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് എതിരിൽ തിരിഞ്ഞിട്ടുള്ളതും ഉപരോധഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ കടന്ന് അദ്ദേഹത്തിൻ്റെ താടി പിടിച്ച് വലിച്ചതൊക്കെ മുഹമ്മദ് ബിൻ അബീ ബക്കറാണ്. അതിങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സംരക്ഷിച്ച ആളുകളാണ് ചെയ്തിട്ടുള്ളത്. ഈ ആളുകൾക്ക് അലി ബിൻ അബി താലിബ് അങ്ങനെ പിന്നെ മുഹമ്മദ് ബിൻ അബീ ബക്കർ അലി ബിൻ അബി താലിബാണ് അദ്ദേഹത്തെ പിന്നെ ദത്തെടുത്തതെന്ന് മുസ്തഫൻ്റെ വാദം അനുസരിച്ച് നമ്മൾ സമ്മതിച്ചാൽ തന്നെ മുസ്തഫ പറയുന്നത് പോലെ മുഹമ്മദ് ബിൻ അബീ ബക്കറിന് അലി റളിയല്ലാഹു അൻഹു സ്വത്ത് കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തിന് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടോ സ്വത്ത് കൊടുക്കാൻ? ആയിഷ റളിയല്ലാഹു അൻഹ ആർക്കെങ്കിലും അങ്ങനെ സ്വത്ത് കൊടുത്തിട്ടുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ ദത്തുപുത്രന്മാർ ആരായിരുന്നു എന്ന് പറയേണ്ടത് മുസ്തഫയാണ്. അതുപോലെ തന്നെ സഹാബിമാരിൽ ആരായിരുന്നു ഈ രീതിയിൽ ദത്തുപുത്രന്മാരെ എടുത്തിരുന്നതെന്നും പിന്നെ അവർക്ക് പിന്നെ തങ്ങളുടെ കുട്ടികളെപ്പോലെ എല്ലാ അവകാശങ്ങളും കൊടുത്തിരുന്നത്. മുസ്തഫ തന്നെ പറയണത് എന്താണ്? ഈ കുട്ടികളെ അവരെ വാപ്പനോട് ചേർത്ത് വിളിക്കണം, അവരെ പേര് മാറ്റാൻ പാടില്ല, വാപ്പൻ്റെ പേര് മാറ്റാൻ പാടില്ല, അവർക്ക് സ്വത്ത് പിന്നെ അവകാശം ഉണ്ടാവില്ല, അനന്തരാവകാശം ഉണ്ടാവില്ല, എന്നാൽ വസിയ്യത്ത് ചെയ്യാം. ഇതൊരു പുതിയ കാര്യമായിട്ട് പിന്നെ മുസ്തഫ പറയേണ്ട കാര്യമൊന്നുമില്ല. അത് മുസ്ലിം ലോകം എല്ലായിടത്തും അംഗീകരിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. അതാണ് എന്തോ വലിയൊരു കാര്യം പറയാനാണ് മൂപ്പർ പോണത്. പിന്നെ ദത്ത് സമ്പ്രദായം പുരോഹിതന്മാരാണ് നിഷിദ്ധാക്കിയത്, ഇസ്ലാമിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വേറെന്തോ തെളിവായിട്ട് വരുമെന്ന് കരുതിയിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു തെളിവൊന്നും മൂപ്പരെ കഴിഞ്ഞില്ല. പണ്ടേ അതായത് മുസ്ലിം പണ്ഡിതന്മാർ മുസ്തഫൻ്റെ കാഴ്ചപ്പാടിൽ പുരോഹിതന്മാർ പറഞ്ഞ അതേ നിയമം തന്നെയാണ് മുസ്തഫയും പറയുന്നത്. പിന്നെ സൗദി അറേബ്യ, അതുപോലെ തന്നെ ജോർഡാൻ, പിന്നെ ഈജിപ്ത്, ഇവരുടെ നിയമങ്ങൾ എന്താണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ ചുരുക്കത്തിൽ ഒരു പുതിയ കാര്യം പറഞ്ഞു, എന്നിട്ട് കുറച്ച് മുസ്ലിം പണ്ഡിതന്മാർ തെറി പറഞ്ഞു, എന്നിട്ട് ആളുകളെ, തൻ്റെ അനുയായികളെ, കുഞ്ഞാളുകളെ ഒന്ന് രസിപ്പിച്ചു. അതിൽ കവിഞ്ഞ് മുസ്തഫയും പറഞ്ഞതിൽ യാതൊരു വസ്തുതയില്ല എന്നാണ് അവസ്ഥ. പറയുന്നത് കേട്ടപ്പോൾ എന്തോ വലിയ കാര്യം പറയാണ്.
എന്തോ വലിയ തെളിവുമായിട്ടാണ് മൂപ്പർ വരാൻ പോണതെന്നൊക്കെ കരുതിയിരുന്നു. അങ്ങനെ ഒരു സംഗതി അതിലില്ല എന്നുള്ളത് എന്നെ കേട്ടപ്പോഴാണ് ബോധ്യമായിട്ടുള്ളത്.